നല്ല സ്ട്രൈക്ക് കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ പൊലപ്പായിട്ടാണ് നല്ലൊരു മീൻ സ്ട്രൈക്ക് ചെയ്യുകയാണ്. നമ്മുടെ അയ്യപ്പൻ ചേട്ടൻ്റെ ചൂണ്ടയിൽ നല്ലൊരു മീൻ സ്ട്രൈക്ക് ചെയ്യുക. റോഡ് അടിച്ച് കുത്തിയിട്ടുണ്ട്. വറ്റിയാണോ ചെമ്പല്ലിയാണോ ഹമ്മൂറാണോ എന്ന് ഒരു പിടുത്തമില്ല. എന്തായാലും നല്ലൊരു മീനാണ്. മീൻ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. എന്ത് മീൻ പൊങ്ങിയോ? മീനെ കണ്ടിട്ടില്ല. ഡ്രാഗ് ഫുൾ ടൈറ്റ് ആണ്. അയ്യോ വറ്റ പൂളി വറ്റ. ഓയ്യോ മാരക വറ്റ. ഒന്നും പറയാല്ല. അയ്യപ്പൻ ചേട്ടാ പൊക്കിയോ? ഇപ്പം നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല തകർപ്പം വറ്റയാണ് അയ്യപ്പൻ ചേട്ടാ അടിച്ച് കയറ്റിയിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഹെവി. ഈ സൈഡിലേക്ക് പിടിച്ചോ. പുല്ലിൻ്റെ സൈഡിലേക്ക് പിടിച്ചോ. ഓയ്യോ നല്ല പട ഹുക്കപ്പായിരുന്നു. ഒരു ഇഞ്ച് പോലും അയ്യപ്പൻ ചേട്ടൻ വിട്ടുകൊടുത്തില്ല. അവനൊന്ന് രക്ഷപ്പെടാനുള്ള മാക്സിമം ശ്രമം നടത്തി നോക്കി. പക്ഷേ ഒരു രക്ഷയുണ്ടായില്ല. മച്ചന്മാരെ ഒന്നും പറയാനില്ല. നമ്മുടെ സുരേഷ് ചേട്ടന് ഒരു തകർപ്പനടി കിട്ടിയിരിക്കുകയാണ്. ഒയ്യോ നല്ല കിടില മീനാണ്. നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ട്. റോഡ് വളഞ്ഞ് കുത്തിയാണ് നിൽക്കുന്നത്. എന്ത് മീനാണെന്ന് ഒരു പിടിയില്ല. മീൻ ഏതായാലും തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. എന്ത് മീനും ആവാം. വറ്റിയോ ചെമ്പല്ലിയോ ഹമ്മൂറോ എന്ത് മീനാണ് അടിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. സുരേഷ് ചേട്ടൻ നല്ല പിടുത്തം പിടിക്കുന്നുണ്ട്. അവനും തിരിച്ച് നല്ല പിടുത്തം പിടിക്കുന്നുണ്ട്. മീൻ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. സുരേഷ് ചേട്ടൻ മീൻ പൊങ്ങിയോ? വറ്റ പുളി വറ്റ. സുരേഷ് ചേട്ടൻ എങ്ങനെ പിടിച്ചേ? ഒരു രക്ഷയില്ല. നല്ല തകർപ്പൻ കണ്ണാടി വറ്റിയാണ് സുരേഷ് ചേട്ടൻ അടിച്ച് കയറിയിരിക്കുന്നത്. ഒയ്യോ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നല്ല കിടിലം വറ്റേനെ തന്നെ സുരേഷ് ചേട്ടൻ അടിച്ച് കയറ്റി കരുത്ത് കാട്ടിയിരിക്കുകയാണ്. ഇവർ പൊലപ്പായിട്ടാണ് കയറി വരുന്നത്. ഉറപ്പായിട്ടും ഈ വറ്റക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇനിയും ഇഷ്ടംപോലെ വറ്റകളുണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. നല്ല പട ഹുക്കപ്പാണ്. അതാണ് നമുക്ക് മിസ്സാവാണ്ട് ഇവനെ കിട്ടിയത്. ലോങ്ങിൽ നിന്ന് അടിച്ചാലും നമ്മുടെ ഹുക്കപ്പ് പ്രോപ്പറാണെങ്കിൽ മീൻ മിസ്സാവില്ല. അച്ഛന്മാരെ അഖിലേട്ടൻ ചെമ്മീൻ കോർക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം തലഭാഗത്ത് നോക്കിയാണ് കോർക്കുന്നത്. തലഭാഗത്ത് കോർത്താലും ചെമ്മീന് യാതൊരു കുഴപ്പമില്ല. അവൻ ശരിക്കും ചാടി കളിക്കും നമ്മൾ എറിഞ്ഞിട്ട് കഴിയുമ്പോൾ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അഖിലേട്ടൻ അടി പൊട്ടിയോ? അവിടെ നമ്മുടെ തൊട്ട് ബാക്കിലായിട്ട് സുരേഷേട്ടൻ സ്ട്രൈക്ക് കിട്ടിയിരുന്നു. പക്ഷേ മിസ്സായി. അപ്പോൾ അഖിലേട്ടൻ കാസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ മീൻ അടിച്ചുകൊണ്ടിരിക്കുന്ന കറക്റ്റ് ലൊക്കേഷനിലേക്കാണ് അഖിലേട്ടൻ കാസ്റ്റ് ചെയ്തിരുന്നത്. ആ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേ സമയം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട വരില്ല. ഇപ്പോൾ തന്നെ അടുത്ത സ്ട്രൈക്ക് കിട്ടും. ഡ്രാഗ് അഡ്ജസ്റ്റ് ചെയ്ത് അഖിലേട്ടൻ വെയിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. മച്ചന്മാരെ അങ്ങനെ നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുകയാണ്. നമ്മുടെ അഖിലേട്ടന് ഒരു വറ്റി എന്നാണ് തോന്നുന്നത്. എന്താണെന്നറിയില്ല. ചെമ്പല്ലിയാണോ എന്ന് ഡൗട്ടുണ്ട്. നല്ല സ്ട്രൈക്കാണ്. അപ്പോൾ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞ് മീൻ എന്ത് മീനാണ്? പൊളി വറ്റേനെ നമ്മുടെ അഖിലേട്ടൻ പൊക്കിയിരിക്കുകയാണ്. തകർപ്പം വറ്റ. ഒന്നും പറയാല്ല. പൊളിയായിട്ട് നല്ല കണ്ണാടി വറ്റേനെ തന്നെയാണ് നമ്മുടെ അഖിലേട്ടൻ പൊക്കിയിരിക്കുന്നത്. അധികം ദൂരത്തൊന്നുമല്ല, നമുക്ക് അടുത്തുനിന്ന് തന്നെയാണ് സ്ട്രൈക്ക് ഇട്ടിരിക്കുന്നത്. ഇതിങ്ങനെ പിടിക്കുക, ലീഡറിനെ പിടിക്കുക. നല്ല ഹുക്കാണോ നോക്കി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കിടിലൊരു വറ്റ സ്ട്രൈക്ക് ഇട്ടിരിക്കുകയാണ്. നല്ല പൊളി ഹുക്കപ്പാണ്. ഇടനാക്കൊക്കെ ശരിക്കും കയറിയിട്ടുണ്ട്. ഇവന് എങ്ങനെ പോയാലും ലക്ഷ്യമുള്ള ഹുക്കിൽ നിന്ന്. അപ്പോൾ നമ്മൾ പയ്യെ കൊല്ലിയിലേക്ക് മാറ്റുകയാണ് മീനെ. മച്ചാപ്പാരെ നമ്മുടെ അയച്ചേട്ടൻ ചാളപ്പീസ് കാശ് ചെയ്തിട്ടിരിക്കുകയാണ്. ചാളപ്പീസ് തീരെ ചെറുത്. അപ്പുറം അടി കിട്ടിയിരിക്കുകയാണ്. എന്ത് മീനാണ് അടിച്ചിരിക്കുന്നതെന്ന് ഒരു പിടിയില്ല. നമ്മളപ്പോൾ അടി കിട്ടിയ സ്പോട്ടിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പറന്നെത്തിക്കഴിഞ്ഞു ക്യാമറയായിട്ട്. അപ്പോൾ അതേ മീനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഹമ്മൂർ കയറിയിരിക്കുകയാണ്. ലീഡറിൽ പിടിക്കാമോ? ഹമ്മൂർ നമുക്കൊരു ഹമ്മൂർ കിട്ടിയിരിക്കുകയാണ്. ഒറ്റ ഓട്ടത്തിൽ മോദ എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ അത് ഒറിജിനൽ ഹമ്മൂർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്.